നിൽക്കുന്നത്. അമ്മ നേരത്തെയാണെന്ന്, ഇപ്പോൾ ഒരു 4 മണിയായിട്ടുള്ളൂ. നേരെ വെളുത്ത് വരികയാണ്. ഇങ്ങനെ കാക്കകളൊക്കെ കരഞ്ഞു തുടങ്ങി. അപ്പോൾ എന്താണ് ഇത്ര നേരത്തെ അമ്മ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ സുജമ്മോളുടെ വീടിൻ്റെ ലാസ്റ്റിലത്തെ വാർക്കയാണെന്ന്. അപ്പോൾ സൺസൈഡ് വാർക്കയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ലാസ്റ്റ് വാർക്കയാണ്. കുറേ വാർക്കകളുണ്ടായിരുന്നു, ചെറുതായിട്ടും വലുതായിട്ടൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല, അതിന് തന്നെ വാർക്കയ്ക്ക് മാത്രമാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഭക്ഷണമാണ് വാർക്കയുടെ അതിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളത് സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ വേറെയുള്ള ഒരു ദിവസങ്ങളിലൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ എന്നാലും നമ്മൾ പഴമായിട്ടും തണ്ണിമത്തങ്ങയൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. നല്ല ചൂടും അല്ല അറിഞ്ഞ്. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ലാസ്റ്റ് അവർക്ക് പണിക്കാർക്കുള്ള ഭക്ഷണമാണ് ശരിയാക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ശരിയാക്കാം. നമുക്ക് പോവാം ശരിയാക്കാനായിട്ട്. അപ്പുറത്താണ് വലിയ അടുപ്പുമ്മലാണ് ശരിയാക്കാം. അപ്പോൾ കാലത്ത് അവർക്ക് നമ്മൾ കഞ്ഞി എന്നെ അവർക്ക് പൊറോട്ട ഇറച്ചിയാക്കാന്നാണ് നമ്മൾ വിചാരിച്ചത്. ബംഗാളീസോള ആയ കാരണേ കഞ്ഞി അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ മോള് പറഞ്ഞു, ശ്രീ പറഞ്ഞു, ഞാൻ ഇറച്ചിയും വെള്ളയപ്പവും ഇവിടുന്ന് ആക്കിയിട്ട് വരാം അമ്മ, ബാക്കിയുള്ളത് അമ്മയാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സെക്ഷൻ അങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ആളാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഫുഡും അധികമൊന്നുമില്ല, ഒരു മീൻ കറിയും ഒരു ഉപ്പേരി, ഒരു അച്ചാർ, ഒരു പപ്പടം, അങ്ങനെയൊക്കെയാണ് ഉള്ളൂ. കാരണം കണ്ടമാനം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വലിയ മീനൊക്കെ മേടിച്ച് വെച്ച് ഒക്കെ വേസ്റ്റായി അത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വളരെ കുറച്ച് ആൾക്കാരെ കഴിച്ചുള്ളൂ. കാലത്തെ ഫുഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്ര വലിയ വാർക്കയല്ല ഇരുന്നത്. അപ്പം നമ്മുടെ കോൺട്രാക്ടറും നമ്മുടെ എൻജിനീയറുമായ ബിജു പറഞ്ഞു ഒരു നേരത്തേക്കുള്ള ഭക്ഷണം കൊടുത്താൽ മതി. പക്ഷെ അവർക്ക് ആ ഒരു നേരമായപ്പോഴേക്കും കപ്പണ കയ്യിലായിരുന്നു. വെള്ളം കുടിച്ച് വേണ്ടാണ്ടായി. കാലത്ത് തന്നെ പൊറോട്ടയാവും കഴിച്ചത്. ചിലപ്പോഴേ അവരാണ് വാങ്ങിച്ച് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫുഡ് നമുക്ക് ബാക്കിയായിരുന്നു കണ്ടമാനം. അതുകൊണ്ട് തന്നെ കുറച്ച് കൊണ്ടുവന്നാൽ മതി എന്നുള്ള ഒരു ഓർഡർ ഉണ്ട് ഇപ്പം തന്നെ. അപ്പോൾ ഒരു 10-14 ആളുണ്ടാവും. അവർക്കുള്ളതാണ് നമ്മൾ ആക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് പോവാം. അപ്പോഴേ നമ്മൾ നല്ല മുല്ല പൂത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. നല്ല മണ ഈ നേരത്ത്. നമ്മുടെ മുല്ലപ്പൂക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ടായി തുടങ്ങി. ഒരു മഴ പെയ്തല്ലോ, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാവണതല്ലേ മുല്ലപ്പൂ, നല്ല മണം. അപ്പോൾ ചോറ് നമ്മൾ ഇവിടെയാണ് വെക്കുന്നത്. അടുപ്പുമ്മ വയ്ക്കാമെന്ന് വിചാരിച്ചു. വിറകുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചോറ് അടുപ്പുമ്മയാണ് വെക്കുന്നത്. അപ്പോഴേ പെരപണീനെ പറ്റി ഒന്ന് 2 വാക്ക് പറഞ്ഞു എൻ്റെ മോൻ. ലാസ്റ്റ് എത്തിയില്ലേ, ഒരു വിധമായില്ലേ. ഇപ്പോൾ പറയവരോട് എവിടെ വരെ എത്തിന്നൊക്കെ. പെരപണി സ്ട്രക്ചർ കഴിയാറായി. ഇന്നത്തോടും കൂടി വാർത്തയൊക്കെ കഴിഞ്ഞ് സ്ട്രക്ചർ കഴിയും. പിന്നെ കോൺക്രീറ്റ് ചെയ്യണം, പിന്നെ തേക്കും. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് വിജയേട്ടൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൾ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലവരും ചോദിക്കേണ്ടായി, വീഡിയോയിൽ മുന്നിലേക്ക് വരുമ്പോൾ ചിരിക്കുന്നില്ല. ചിരിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞ് ചിരിപ്പിക്കുകയാണ്, വർത്താനം പറയിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ആളങ്ങനെ വീഡിയോയിൽ മുന്നിൽ അങ്ങനെ സംസാരിക്കുന്ന ആളല്ല. അത് വിചാരിച്ചിട്ട് ആൾക്കാരും ജാടയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അതിന് വീഡിയോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ വീഡിയോയിലൊക്കെ പിന്നെ ഇത്തിരി കൂടി ആൾ സംസാരിക്കും. എൻ്റെ വീഡിയോ എന്താണാവോ ഒത്തിരി സംസാരിക്കാൻ. എന്താ മോനെ അത് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടൊന്നുമില്ല, ആൾക്ക് അങ്ങനെ കിട്ടില്ല എന്ന് തോന്നുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നന്നായി സംസാരിക്കുന്ന ആളാണ് കേട്ടോ ആള്. ആൾക്ക് സംസാരിക്കൽ കുറവൊന്നുമില്ല, നന്നായി സംസാരിക്കും. എല്ലാ കാര്യങ്ങളും വേണ്ട പോലെയൊക്കെ ചെയ്യാനും നല്ല ഇതൊക്കെയുള്ള ആളാണ്. പക്ഷേ ഈ വീഡിയോ വയ്ക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. എന്നോട് ഇന്നാൾ പറയണ്ടായി, എല്ലാവരും ഒരുപോലെ ആവും അമ്മേ, അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അത്. നിങ്ങൾ നമുക്കിഷ്ടമുള്ളവരാണ്, ഇഷ്ടമുള്ള രീതിയിലാണ് കമൻറ്റുകൾ അയക്കുന്നതും, ഇഷ്ടമുള്ള രീതിയിലാണ്. അങ്ങനെ ഒരു വെറുപ്പായിട്ടുള്ള രീതിയിലൊന്നല്ല. വെറുപ്പായിട്ടുള്ളവർ അയക്കുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല, അതൊന്നും മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റില്ല.
അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പലരും പറയണ്ടായി ചാനൽ തുടങ്ങണം എന്ന്. ഉണ്ണിമോള് ചാനൽ തുടങ്ങിയ അല്ലെങ്കിൽ ഇവർ ചാനൽ തുടങ്ങിയ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ അങ്ങനെ എല്ലാവർക്കും അതിൻ്റേതായ കഴിവുകൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. മറ്റുള്ള കഴിവുകളൊക്കെയുള്ള കുട്ടികൾ അവളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകുന്ന ഒരാളാണ്. തയ്ക്കുന്ന കാര്യത്തിലായാലും തുന്നണ കാര്യത്തിലായാലും ഒക്കെ അത് ആളുടേതായ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ചില കാര്യങ്ങൾക്കല്ലേ ചിലർക്ക് ഉണ്ടാവുള്ളൂ. അത് എൻ്റെ ഒരു ഇത് ഉണ്ണിമോളെ കൊണ്ടുവരുന്നുണ്ട് അതിലേക്ക്. അപ്പോൾ അവൾക്ക് അവൾ വരികയാണെന്ന് വിചാരിച്ച എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് അവൾ അതിലേക്ക് വരണമെന്ന് വിചാരിച്ച സമയമുണ്ടല്ലോ, ഇനിയും സമയമുണ്ട്. അമ്മയുടെ സമയം മാത്രമാണ് കഴിഞ്ഞ് ഇപ്പോൾ ഇതായിട്ട് വന്നിട്ടുള്ളൂ, കയറിപ്പോയിട്ടുള്ളൂ. അവരൊക്കെ ചെറുപ്പമാണ്. അവർ വീണ്ടും ചിലപ്പോൾ വരും. അപ്പോൾ നിങ്ങൾ കമൻ്റ് എഴുതുമ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ അമ്മയ്ക്കൊരു വിഷമമാണ്. കണ്ട കമൻറ്റ് ബോക്സിൽ കണ്ടില്ലേ വന്നത്, മോള് വർത്താനം പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാനത് കിടന്ന് ഇവിടെ കിടന്ന് പറയുകയും. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ആളിങ്ങനെ പറയും എപ്പോഴും, അതാണമ്മ, എല്ലാവരും ഒരുപോലെയല്ലല്ലോ, പല വിധത്തിലല്ലേ, അതാണെന്ന് പറയും. അപ്പോൾ അതാണ് ഞാനത് പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ നമുക്ക് പച്ചക്കറിയും മറ്റു കാര്യങ്ങളിൽ അപ്പോൾ തീയൊക്കെ നന്നായി കത്തുന്നുണ്ട്. തീയൊക്കെ നന്നായി കത്തി വന്നു. അപ്പോൾ അരി കഴുകിയിട്ടെ. കടയിലത്തെ ചോപ്പർ അതിൻ്റെ കാലില്ലേ പൊട്ടിപ്പോന്നു. നമ്മൾക്കിവിടെ 1-2 മഴ കിട്ടിയിട്ടാ. അത് കാരണം നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. അത് കാരണമാണ് ഞാൻ ഈ കഴുകിയ വെള്ളമൊക്കെ മറിച്ച് കളയുന്നത്. ചിക്കൻ കാലത്തുള്ള കാരണേ ചിക്കനിക്ക് മീനാക്കിയതാ. അച്ചാറിനുള്ള മാങ്ങരിയാണ് കേട്ടോ മോള്. അപ്പോഴേ സുജമോദ അവിടെ ഇരുന്ന് തേങ്ങ ചിരകാട്ടാ. അപ്പം ഞാനിവിടെ അച്ചാറുണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോന്നു. അടുക്കളയിൽ വെച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. താൽക്കാലിക അച്ചാറല്ലേ, സാധാരണ ഉണ്ടാക്കണ പോലെ തന്നെ. അപ്പോൾ 2 തരി കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളകും വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കുറച്ച് അച്ചാർ പൊടിയാണ് കേട്ടോ. അതിട്ട് കൊടുത്താലും ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. അച്ചാർ പൊടി ഇല്ലെങ്കിൽ മുളക് പൊടി തന്നെയായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. കാലത്തേക്ക് ഉച്ചയ്ക്ക് അച്ചാർ ആവശ്യമുണ്ടല്ലോ. ചിലപ്പോൾ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കായത്തിൻ്റെ മണത്തിൻ്റെ കുറവ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഈ അച്ചാർ പൊടിയിൽ കായത്തിൻ്റെ മണം ഉണ്ടാവും. എന്നാലും ഞാനൊരു ലേശം ചേർക്കാറുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ഈ മുളക് ഇതിൽ കിടന്നൊന്ന് നന്നായി വെന്ത് വരട്ടെ. മാങ്ങയിലേക്കും ഗ്രേവിയിലേക്കും ആവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് വറ്റില്ലേ. നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അല്പം ചൊറുക്ക ഒഴിച്ചു കൊടുക്കാം. ഇത് അധിക ദിവസം വെക്കേണ്ടതല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 2 ടീസ്പൂണൊക്കെ ഒഴിച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഞാൻ ചിലപ്പോൾ അവർ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിലോ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് 2 ദിവസമൊക്കെ ഇരിക്കേണ്ടേ. ഇതപ്പം തന്നെ ഉപയോഗിക്കാനുള്ളതല്ല, 2 ദിവസം വെക്കേണ്ടതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരുന്നതാണ്. അല്ലെങ്കിൽ കുറേ ദിവസം ഇരിക്കില്ല കേട്ടോ ഈ അച്ചാർ. ഫ്രിഡ്ജിലൊക്കെ വയ്ക്കാം, കുഴപ്പമില്ല. ഞാൻ പലപ്പോഴും അതൊക്കെ പറയാറുള്ളതാണ്. എന്നാലും സംശയങ്ങളായിരിക്കേ. ഞാൻ വെക്കുന്ന കറികൾ എൻ്റെ രീതിയിൽ തന്നെ വെക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. കാരണം പെട്ടെന്ന് കഴിയുകയും ചെയ്യും, വളരെ ചിലവ് കുറഞ്ഞ രീതിയിലൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് വെക്കാനൊരു ഇഷ്ടം ഉണ്ടാവും. കാരണം വീടുകളിൽ അതുണ്ടാവുമേ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയാലോ, നമ്മുടെ വീട്ടിലുള്ളതാണല്ലോ എല്ലാ സാധനവും എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞ് തരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരുവിധം കട്ടിയായി വന്നു. അപ്പോൾ നമ്മുടെ മാങ്ങേനെ നമുക്ക് അതിലിട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ അച്ചാറിൻ്റെ പണി. ഒന്നര എണ്ണ മതിയിട്ട് മോനെ. അച്ചാർ റെഡി ആയി ഇവിടെ വേണ്ട. ഇനി നമ്മൾ തീ ഓഫാക്കാൻ പോവാം കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും അത് നല്ല കളറൊക്കെ ആയി ഇതിങ്ങനെ പിടിച്ചിങ്ങനെ വരും. ഞാനിത് പകർത്തണ നേരത്ത് മറ്റു പാത്രത്തിലേക്ക് ആക്കണ നേരത്തെ കാണിച്ചു തരാം.
പിന്നെ നമ്മൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഉപ്പ് ഇത്തിരി കുറയും. കാരണം എന്താ വെച്ചാൽ മാങ്ങയിലേക്ക് ഇത്തിരി പിടിക്കുമല്ലോ. പച്ചമുളകും ഉപ്പൊക്കെ ഉള്ള കാരണേ നല്ല എരിവൊക്കെ ഉണ്ട്. അച്ചാറെന്ന് പറയുമ്പോൾ എരിവും പുളി ഉപ്പ് അതൊക്കെ അടങ്ങിയതാണല്ലോ. അപ്പോൾ അതൊക്കെ എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വേണം. എന്നാലാണ് ആ അച്ചാറിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതങ്ങനെ. അപ്പം അത് കഴിഞ്ഞു കേട്ടോ. അപ്പോഴേ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പം ഇനി മീനാണ് വെക്കുന്നത്. അപ്പം ഞാൻ ഇതിൽ വെച്ചാൽ മതി എന്ന് വിചാരിച്ചു. അത്ര ആൾക്കാരല്ലേ ഉള്ളൂ. പിന്നെ ഇതിനെക്കാട്ടും വലിയൊരു പാത്രം ഉണ്ടായില്ലേ കഴിഞ്ഞ തവണയൊക്കെ വെച്ചത്. പക്ഷേ ആ പാത്രേ കടയിലേക്ക് ഞാൻ പായസം വയ്ക്കാനായിട്ട് വേണ്ടി കൊണ്ടുപോയി ഒരു ഉരുളി പോലത്തെ. അത് പിന്നെ അവിടെ കടയിലിരിക്കുക. അപ്പോൾ ഇത് ഇന്ന് വെക്കാനായിട്ട് പാത്രത്തിൽ പിന്നെ വലിയ ഉരുളിയിൽ വെക്കണം. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് കറിയല്ലേ വേണ്ടോ. കടയിൽ വെക്കുന്ന അത്ര കറിയേ വേണ്ടൂ. കടയിൽ ഞാൻ 10-20 ആൾക്കൊക്കെ വെക്കുന്നതാണ്. അത്രയ്ക്കുള്ള കറികൾ 2-3 തരം കറികളൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചല്ലേ കറികൾ കഴിക്കുള്ളൂ. അപ്പോൾ എന്ന് കൊണ്ടുപോയാലും നമ്മൾ വാർത്തയ്ക്ക് കൊണ്ടുപോയി ഒരുപാട് ബാക്കിയാണ്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു കുറച്ച് ടൈറ്റായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇതിലാക്കണത്. എന്തോ ആവോ അറിയില്ല കേട്ടാ. അവിടെ ചെന്ന് വാർത്തയൊക്കെ കഴിയുമ്പോൾ കുറവാവണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ തന്നെ ഞാൻ പറയാം. അപ്പോൾ അതിലേക്ക് നമ്മളിത് നല്ല കാക്കകൾ ഭയങ്കര കരച്ചിലാട്ടാ. നല്ല ചുവന്ന മുളക്. ഞാൻ ഈ ചുവന്ന മുളക് എടുക്കാം. ചുവന്ന മുളക് നമ്മുടെ കടയിൽ നമ്മൾ വിൽക്കാൻ കൊടുക്കില്ല. അത് തെരഞ്ഞ് മാറ്റും. അപ്പോൾ നമ്മൾ ആ മാറ്റി വെക്കുന്ന മുളകാണ് ഇത് ഞാൻ മാറ്റി വെക്കുന്ന മുളകെന്നല്ല. ഇപ്പം ഞാൻ കടയിലും എന്താവശ്യമുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചുവപ്പ് മുളക് പോയി തപ്പി എടുത്തിട്ടാണ് കറിയിലിടുക. എനിക്കത് എന്താണാവുക എൻ്റെ മനസ്സിനെ അങ്ങോട്ട് പിടിച്ചു. അത് എനിക്കിഷ്ടമാണ്. അപ്പോൾ വേപ്പിൻ്റെ ഇല, ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞപ്പൊടി സാധാരണ വയ്ക്കുന്ന പോലെ തന്നെ കേട്ടോ. പിന്നെ മാങ്ങ ദേ കണ്ട മല്ലിപ്പൊടി ഇട്ടില്ല അല്ലേ. മറക്കൊക്കെ ചെയ്യൂട്ടോ ഞാൻ. അതുപോലെ ഞാൻ ഒക്കെ അരുത്ത് ഇങ്ങനെ എടുത്തെടുത്ത് വെക്കും. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ. തൃശ്ശൂർക്കാരുടെ കറീനെ ടേസ്റ്റ് ഞങ്ങളുടെ കറിയിലേക്ക് മാറ്റി കൊണ്ടുവരുന്നത് ഈ വെളിച്ചെണ്ണയാണ്. പിന്നെ മാങ്ങ ഇതുള്ളൂ കണ്ട. അപ്പോൾ ഞാൻ എല്ലാം കൂടി അത് തിരുമിയിട്ടേ ഇത്തിരി കുടുസാണ് ഈ ചട്ടി. പിന്നെ ബാക്കി മാങ്ങയുടെ പുളി കുറവാണ്. ഞാൻ പിഴിപുളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ തേങ്ങാപ്പാൽ. അപ്പം ഞാൻ ചട്ടി വീണ്ടും മാറ്റാൻ പോവാം. അല്ലെങ്കിൽ കൊള്ളില്ലേല് വേറെ ഒന്നും തപ്പട്ട ചട്ടി. അപ്പോഴേ ഞാൻ ചട്ടീനെ മാറ്റി പിടിച്ചു കേട്ടാ. അതിനേക്കാട്ടിലും ഇതിൽ കൊള്ളില്ല എന്ന് വെച്ചിട്ടാണ് അതിലെടുത്തത്. അപ്പം അതിനെ ഇത്തിരി കൂടി വലുത് തന്നെയാണ്. അപ്പം മുഴുവൻ പാലും ഒഴിച്ചു. തേങ്ങ അരച്ചിട്ട് വെക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമായിട്ടോ അയിലക്കറി. അത് അവിടെ ഇരുന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഉപ്പേരിയുടെ പണി മോളവിടെ ചെയ്യുന്നുണ്ട്. അത് നോക്കാം. നാളികേരം ആവശ്യമുണ്ട്. അപ്പം മീൻകറി അങ്ങനെ അമ്മ കാച്ചി ഒഴിച്ചു കേട്ടാ. അപ്പോൾ ഉള്ളി കാച്ചുമ്പോൾ അതിൽ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർത്തത് കൊണ്ടാണ് ഇങ്ങനെ നല്ലൊരു കളറിൽ കിടക്കുന്നത്. പക്ഷെ അത് ഞാൻ ക്യാമറ ഓണാക്കാൻ ഇത്തിരി നേരം ഒരു സെക്കൻഡ് അങ്ങോട്ട് മറന്നതല്ല ഓണാക്കിയെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റി. നിങ്ങൾക്ക് വീഡിയോയിൽ കാണില്ല. അപ്പോൾ അത് അമ്മ ഇങ്ങനെ എൻ്റെ ഒരു അബദ്ധമാണത്. അപ്പോൾ ഇതിങ്ങനെയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ കറിയുടെ പണി നമ്മുടെ കഴിഞ്ഞു കേട്ടാ. പാകത്തിനുള്ള കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം. എല്ലാം കൂടി ഒരുമിച്ച് പകർത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഉപ്പേരിയില്ല നോക്കട്ടെ. ഉപ്പേരിയൊക്കെ നുറുക്കിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മോള്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത കറിയിലേക്ക് കിടക്കാം. ഇത് കൂടി കഴിഞ്ഞാൽ നമ്മുടെ കറിപ്പണി കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് പപ്പടം കൂടി കഴിച്ച് നമ്മുടെ പരിപാടി കഴിഞ്ഞു. കടുക് ഇടുക. മാങ്ങ പഴുത്തപ്പോഴേ ഒരു മാങ്ങ പൊട്ടിക്കാൻ നോക്കിയതാ അവരുടെ അത് എത്തുന്നില്ല. അപ്പോൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ കേട്ടോ. അതിൽ വലിയ പ്രത്യേകതകളൊന്നുമില്ല. ഉള്ളിയും പച്ചമുളകും ഒക്കെ പലരും പല രീതിയിലല്ല വെക്കുന്നു. ഇപ്പം കുറേ പച്ചക്കറികളുണ്ടല്ലോ. ഇറച്ചി മീനൊക്കെ വെക്കും നമ്മൾ. അത് തന്നെ പച്ചക്കറി തന്നെയൊന്നും കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും മീൻ മേടിക്കില്ല അമ്മ എന്നൊക്കെ ചോദിക്കും അവർ. അപ്പോൾ അതൊക്കെ നമ്മൾ മാറി മാറി വെക്കും. എന്നാലും ഈ പച്ചക്കറികൾ ഇങ്ങനെ വെച്ചേ ഞാൻ ഇങ്ങനെ നടക്കും കടയിൽ മുഴുവനും. ഇന്നെന്ത് വെക്കുന്നു. ഒരു ദിവസം വെച്ചത് പിന്നെ ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ട് വെക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ എന്നും ഒരെണ്ണം തന്നെ കഴിക്കുമ്പോഴേ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ.
അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിലും അധികം തന്നെ നമ്മൾ ദിവസവും വെക്കാറുണ്ട്. അപ്പോൾ വേപ്പിൻ്റെ ഇട്ടില്ല കേട്ടോ നമ്മൾ. പിന്നെ ഇതിൽ കടലപ്പരിപ്പിട്ട് വെക്കുന്നവരും ഉഴുന്നും പരിപ്പിട്ട് വെക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മളങ്ങനെയൊന്നും അതൊന്നും എനിക്കത് ചില സദ്യകളിലൊക്കെ എനിക്കത് ഇത്തിരി ഇങ്ങനെ കടിക്കുമ്പോൾ ഇഷ്ടമാണ്. സാധാരണ ദിവസങ്ങളിൽ നമ്മൾ അതൊന്നും ഇടാറില്ല. ഇങ്ങനെ സദ്യകളൊക്കെ വരുമ്പോൾ ഇടാം. ഉഴുന്നും പരിപ്പൊക്കെ ഇൻ്റെ ഇവിടെ വേണമെങ്കിൽ 2 മണി ഇടാം. ഒരു ഈച്ചോൾക്ക് എടുക്കുന്നത് ചിലവർക്ക് അതൊന്നും അത്ര ഇഷ്ടം ഉണ്ടാവില്ല. ഇതിപ്പോൾ സാധാ ലെവലിൽ വയ്ക്കുമ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ടോളൂ. വെള്ളയാക്കണമെങ്കിൽ വെള്ളയാക്കാം, മഞ്ഞയാക്കണമെങ്കിൽ മഞ്ഞയാക്കാം. അപ്പോൾ നമ്മളൊരല്പം മഞ്ഞയാക്കാൻ പോവാണ് ചെറിയ രീതിയിൽ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കായും പയറൊക്കെയാണ് നമ്മൾ വെച്ചത്. പരിക്ക് കുറച്ച് തേങ്ങയും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് പൊടിയും കൂടി വെതറാം. എന്നിട്ട് അങ്ങോട്ട് ഇളക്കി കൂട്ടി വെക്കുക. ഇതിൻ്റെ പരിപാടി കൊണ്ട് കഴിഞ്ഞു. കുറച്ച് നേരം ഒന്ന് നമുക്ക് അടച്ച് വയ്ക്കാം. എന്നിട്ട് പിന്നെ തുറന്ന് വയ്ക്കാം. അപ്പോൾ അച്ചാർ നമുക്ക് ഇതിലാക്കാം കേട്ടോ. ഇതേ അച്ചാർ കണ്ട നല്ല രസമായിട്ടുള്ള അച്ചാറായി വന്നു. കുറച്ച് നേരം ഇരുന്നപ്പോൾ ഇനി ഉച്ചയാകുമ്പോഴേക്കും നല്ല ചോപ്പാവും. കാലത്തേക്ക് ഉച്ചയ്ക്കിരിക്കും വേണം അച്ചാറേ. അതാണ് ഇത്ര അധികം ആക്കണം. കാലത്തേക്ക് വേണ്ട. കാലത്ത് ഞാൻ മറന്നു. അയ്യോ അപ്പോൾ ഒരു നേരത്തേക്ക് മതി. അപ്പോൾ ഇത്ര അധികം വേണ്ട. ഇതപ്പോൾ അധികവും. ബാക്കി കടയിലേക്ക് എടുക്കാം. ഇത് നല്ല എടുക്കും. അപ്പോൾ ഇത് ബാക്കി കടയിലേക്ക് കൊണ്ടുപോയാലേ കാലത്ത് കടയിലത്തെ ഇതിന് തികയും. അപ്പം എനിക്ക് കാലത്ത് അച്ചാറുണ്ടാക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ചമ്മന്തി അച്ചാറോ വേണം. അപ്പം അതായി. ഒരു ചെറിയ പാത്രത്തിലാക്കിയാൽ അത് കടയിലേക്ക് കൊണ്ടു. ബാക്കി എൻ്റെ ഉണ്ണിമോളൊക്കെ വലിയ ഇഷ്ടമാണ് അച്ചാറെന്ന്. ഏത് വെറൈറ്റി അച്ചാറും കഴിക്കുന്ന ആളാണ്. വെറൈറ്റികളുടെ അച്ചാറുകളുടെ കൂട്ടുകാരിയാണ് ആൾ. കണ്ടമാനൊന്നും കഴിക്കില്ല. എന്നാലും കുറച്ചൊന്ന് 2 തരം 3 തരം അച്ചാറുണ്ടെങ്കിൽ ആളൊന്ന് കുറച്ച് ഈശെടുക്കും. അപ്പം അത് ആൾക്കെടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പേരിയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് വെച്ചാലേ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കേ പപ്പടം കൂടി കാച്ച നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മളേ അതായത് ഞാൻ എൻ്റെ ജനറേഷനിലുള്ളവരൊക്കെ 2 നല്ല ബുദ്ധിമുട്ടിലും ഏതാനും ജീവിച്ചിട്ടുണ്ടാവും. ബുദ്ധിമുട്ട് ഇപ്പം നല്ല ഗ്യാസ് നല്ലതെന്ന് പറഞ്ഞാൽ ഗ്യാസ് വേറെ വീട്ടിലപ്പോൾ ഗ്യാസ് ഇല്ലാത്ത മറ്റേത് തീ കത്തിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കണ കാര്യത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് നല്ല വിറകില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ നിന്ന് നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഫുഡ് ഉണ്ടാക്കലൊക്കെ വളരെ നമുക്ക് സിമ്പിളാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുകയില്ല, പെട്ടെന്ന് ആവും. 2-3 അടുപ്പ് ഒരുമിച്ച് തന്നെ കത്തിക്കാം. അത് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് കണ്ടേ ആ കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് ഈ കാലഘട്ടം വളരെ ഈ വക കാര്യങ്ങൾക്ക് നല്ല സുഖമാണ്. ചകിരിയും പട്ടയും വെച്ച് ഊതി കണ്ണുമുഖമൊക്കെ അല്ലെങ്കിൽ ഇത്ര നേരം കുക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ളത്. ഇത് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. 10, 25, 50 ആൾക്കൊക്കെ വെക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അതിൽ കൂടുതൽ വെക്കുമ്പോൾ അതിൻ്റെതായ ഇതുണ്ടാവില്ല. അതിനുള്ള ആൾക്കാരുകളുണ്ടാവും. അതിനുള്ള അടുപ്പുകൾ നമുക്ക് വലിയ ഇതുകളുണ്ട്. വലിയ അടുപ്പിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല സൗകര്യമാണ്. ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എത്ര ആൾക്ക് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറില്ല. അപ്പോൾ പക്ഷെ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് പഴയ കാലത്തിന് തന്നെയാണ് എനിക്കിഷ്ടം. സൗഹൃദങ്ങൾ നമ്മളുടെ കാണുമ്പോൾ മരണം വരെ നമുക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ എത്ര ദിവസങ്ങളോളം അതിൻ്റെ ആ ഫീല് നമ്മളുടെ മനസ്സിൽ നിൽക്കുന്നറിയോ. ഇതിപ്പോൾ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശവടക്ക് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു ഇത് അവരുടെ ആളുകളിലേക്ക് മാത്രം അത് ഒതുങ്ങിക്കൂടും. ആദ്യം എന്ന് പറയുന്നത് അതൊന്നല്ല. ഒരു അയൽവക്കത്തായാലും നമ്മളറിയുന്ന ഒരാളായാലും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അയ്യോ എത്ര നാളുകളോളം അത് നമുക്ക്
ഭയങ്കര വിഷമായിട്ട് നിന്നുണ്ടാവും. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ 5ലോ 6ലോ പഠിക്കുമ്പോഴാണ് നമ്മുടെ സിനിമാ നടൻ ജയനൊക്കെ മരിച്ചിട്ടുള്ളത്. 5ാം ക്ലാസ്സിലങ്ങാണ്ട് വെച്ചിട്ടാ. അപ്പോൾ ചേച്ചിമാരൊക്കെ അയ്യോ എന്ത് കരച്ചല് ബഹളം. ഇന്നിപ്പോൾ ആര് ഏത് സൂപ്പർ സ്റ്റാറുകളായാലും ആ ഒരു വിഷമമുണ്ടാവും. അത് കഴിയുമ്പോൾ അത് അത്രയ്ക്കൊന്നുമില്ല, അത് വളരെ കുറവാണ് ഇന്നത്തെ കാലത്ത്. ഇപ്പോഴത്തെ ജീവിത രീതിയിലും മറ്റുള്ള ഇതിൻ്റെയൊക്കെ ആയിരിക്കാം. പപ്പടങ്ങൾ മുഴുവനും നമ്മുടെ കാട്ടി കഴിഞ്ഞു. ഇത് കൊണ്ടുപോകാനാണ് ഉടയാടാണ് കൊണ്ടുപോകണ്ടേ. അതേപോലെ ഇരിക്കില്ല ഉച്ചവരയ്ക്കല്ല എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും കേട്ടോ. എൻ്റെ മോള് ഇത് അവിടെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകാട്ടാ. അപ്പം അച്ഛൻ എനിക്ക് വന്നതേ കൊപ്രയമുള്ള പണിയേട്ടാ. ഹായ് പറഞ്ഞേട്ടാ. അപ്പോഴേ കുറച്ച് കൊപ്രയും കൂടി കുത്തിയിട്ട് ഇങ്ങനെ അരിയാണ്ടായിരുന്നു. അപ്പം അത് അരിഞ്ഞ് വെയിലത്ത് വെച്ചിട്ട് പോവാനാ. മഴ പെയ്യുമോ? ശാന്തേച്ചിയോടൊന്ന് പറയാം. ശാന്തേച്ചിയാണ് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെക്കുന്ന ഒരാൾ കേട്ടാ മോള്. അപ്പം എല്ലാം ശരിയായി. അപ്പം ഇനി ഞാനേ കടയിൽ വെച്ച് കാണാം കേട്ടാ. ഡ്രസ്സൊക്കെ മാറി ഇനി ഞാൻ പോവാണ്. മോളും പോവും, സുജിമോനും എല്ലാവരും പോവാനുള്ള യാത്രയിലാണ്. ഇനി അച്ഛൻ നമ്മുടെ വാർക്കയിലൊന്നും നിൽക്കണമെന്നില്ല ഇപ്രാവശ്യം. അതൊന്നും അച്ഛന് പറ്റിയില്ല. കാരണം അച്ഛൻ്റെ പണിയിൽ നിന്ന് അച്ഛന് വിട്ടു നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ബിജുവിൻ്റെ ഇവിടെ നമ്മൾ കൊടുത്ത ഇവിടെ അച്ഛനില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളെ കൃത്യമായിട്ടുള്ള പണികളാണ് നമ്മുടെ എല്ലാതും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇതുവരെ നമുക്ക് നേരിട്ടിട്ടില്ല. അപ്പം ഞാൻ പറയും ബിജു നമ്പർ അടക്കം കൊടുക്കാം ഫോണിൽ. നമ്മുടെ ബിജുവിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ പറയാനായിട്ട്. നമ്മുടെ അയൽവാസിയാണ്, പിന്നെ അവൻ്റെ ചെറുപ്പകാലം തൊട്ട് നമ്മൾ അറിയുന്നതൊക്കെയാണ്. അപ്പോൾ അത്രയും നല്ല ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതൊക്കെ അവനെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്കൊരു ദിവസം നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്പർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആൾക്ക് അല്ലാണ്ട് വേണ്ട പണി ഉണ്ട് ചേച്ചി എന്നാ പറയുക. കാരണം അത്രയും അതുകൊണ്ട് അവന് പണിയെടുത്തിട്ട് കഴിയില്ല, അത്രയും പണി ഉണ്ട് അവന്. അപ്പോൾ നമ്മൾക്ക് ഇനി കടയിൽ വെച്ചിട്ട് കാണാം കേട്ടോ. ഞാൻ കടയിലേക്ക് പോവാണ്, ഇനി കടയിൽ വെച്ച് കാണാം. അപ്പോൾ ശരി, കടയിൽ വെച്ച് കാണാം കേട്ടോ. ഇനി സുജിമോനെ എനിട്ടുണ്ട്. അപ്പം ഇനി അച്ഛൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. അച്ഛനെ കാണാനില്ല, അച്ഛനെ പിടിക്കുക ചേട്ടാ. അപ്പോഴേ ഞാൻ കടയിലെത്തിയിട്ടാ. അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, അരി ഇട്ടിട്ട് ഇനി ഇത്തിരി നേരം കുറച്ച് തിരക്കാം. ആ തിരക്ക് കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂ. ബില്ലെടുക്കണം, ഭയങ്കര തിരക്കിലായിരുന്നു. മോള് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മോള് കാലത്തേക്കുള്ള വെള്ളപ്പം ചിക്കനും ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് നേരത്തെ വന്നു. പക്ഷെ മുകളിലേക്ക് കയറി വന്നു ബേക്കറി. അപ്പോൾ ഞാൻ പയറും കായും പെരിക്കാൻ വിചാരിച്ചിട്ടാണ്. പെട്ടെന്ന് നമ്മുടെ നേരൊക്കെ വൈകും, എന്നാലും പടപടപടാന്നാക്കണം. നല്ല ഫ്രഷ് കായ കേട്ടോ. തൊഴിയൊന്നും അത് കാരണം ഒട്ടും തന്നെ കളയില്ല ഞാൻ. അച്ചാറ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ലേ, കടയിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് മറന്നു, അത് കൊണ്ടുപോയി. മോന് ചിക്കൻ വന്നിട്ടായിരുന്നു വെള്ളയപ്പം ചിക്കൻ എടുക്കാനായിട്ട്. തിരക്കണേ, ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ സിനിമ വന്ന് എടുത്തുകൊണ്ട് പോയി ചെയ്തത്. അപ്പോൾ കാപ്പിയൊക്കെ കൊടുക്കേണ്ട നേരമായിട്ട് ആവും. ചിലപ്പോഴേ 10 മണിയാകുമ്പോൾ വേണമെങ്കിൽ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കുടി ഒക്കെ ചായ കുടി കഴിഞ്ഞിട്ടാവും വാർക്ക തുടങ്ങുന്നത്. അപ്പോൾ വേണമെങ്കിൽ വന്ന് എടുത്തുകൊണ്ട് പോയി. അപ്പോഴും അച്ചാർ കൊണ്ടൊന്നുമില്ല, നോക്കിൻ്റെ അവർ വേണമെങ്കിൽ. അപ്പോൾ എനിക്കത് എട്ടിപ്പണിയായിരുന്നു മാത്രം. ഞാൻ എൻ്റെ പണിയിലൊരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷേ പറ്റിയില്ല, ഓർമ്മക്കുറവ് കാരണം അത് പോയി. അപ്പോഴേ വയറും കായും എന്ത് വന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയാതെ പച്ചമുളക് അധികം ഉപയോഗിച്ചാണ് ഞാൻ കറികൾ വെക്കാറ്. ഇവിടെ എവിടെയായാലും ചതയ്ക്കാനൊക്കെ സമയം ഉണ്ടെങ്കിൽ ചതയ്ക്കും, പിന്നെ പൊളിയാം. ഇതിന് ഇത്തിരി കൂടി സമയം ലാഭിക്കാൻ പറ്റും. ചാച്ചാറായിട്ടാ പിടിച്ചമുളക് കൂടി ഞാനേ കടയിൽ നിന്ന് എടുത്തതാണ്. പാക്കറ്റിൻ്റെ വില എത്രയാണെന്നറിയോ? 30 രൂപ. 30 രൂപയെന്ന്. ഞാൻ കുറച്ചിടുള്ളൂ, കുറച്ച് നല്ല നമ്മുടെ നൈസ് പൊടി ഇടും. ഇത് ഭയങ്കര മുഴുത്ത തരിയാണ്, അങ്ങനെ വലിയ തരിയാണ്. എരിവ് അങ്ങോട്ട് ശരിക്കും അവിടെ ഇരിക്കില്ല. അപ്പോൾ ഇത് കുറച്ചിടും, നമ്മുടെ സാധാ മുളക് പൊടി ഇടും. ഇത് കൊടുക്കാം.
ഉപ്പേരിയിൽ ഉപ്പ് ശരിക്കും വരണ്ട്, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോഴേ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഇതേ കണ്ട ഉള്ളി കുറച്ചധികം നന്നാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിത്തീയലാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ എൻ്റെ ചട്ടികൾ പലതും മാറ്റി മാറ്റി വെക്കാനില്ലാത്ത കാരണം ആദ്യം തന്നെ നാളികേരം വറുത്തെടുക്കാം. അതിന് ശേഷം പിന്നെ ഉള്ളിയുടെ പണികളൊക്കെ ചെയ്യാം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു മുറി പിന്നെ കുറച്ചൊരു നാളികേരം എടുത്തിട്ടുണ്ട്. ഒരെണ്ണം മുഴുവൻ എടുത്തിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാം നമുക്ക് അതിന്. അപ്പോൾ വറക്കുമ്പോൾ അതിലിടേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വേപ്പിൻ്റെ ഇല, ഇതൊക്കെ എല്ലാവർക്കും വെക്കാൻ അറിയാത്ത, പിന്നെ അമ്മയുടെ രീതിയിലൊന്ന് വെച്ച് നോക്കൂ. പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ഒരു 5-6 പീസ് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ കുറച്ച് ഉള്ളി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാലേ വേഗം അങ്ങോട്ട് ആയി കിട്ടും നമുക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണ വേണ്ട എന്നുള്ളവർക്കാന്ന് വിചാരിച്ചാൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നത് അത്ര ഇഷ്ടമില്ല, അല്ലെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് തന്നെ വറുത്തെടുക്കുക. ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ നേരം ഇളക്കി വയ്ക്കി നിൽക്കണേ. നല്ലൊരു ബ്രൗൺ കളറാണ് വരെ നമുക്ക് ഇത് വറുക്കണ്ട. കളറൊക്കെ ഒന്ന് വെള്ളമൊക്കെ പറ്റി വന്നു ഇരിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിട്ട് ഇളക്കിയാൽ കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ ഇല്ലാണ്ട് കുറേ നേരം ഇളക്കണമെന്ന് മാത്രം. ഒത്തിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം, ചടപടാന്നാവും. ഈ സമയത്ത് അമ്മ ദേ കുറച്ച് വെള്ളം ഇവിടെ ഇങ്ങനെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ വെച്ചോ, അത് എല്ലാം റെഡിയായി വരുമ്പോൾ നമുക്ക് ഒഴിക്കാനുള്ളതാണ്. തീയലിൻ്റെ എന്താ പറയുക, വറുത്ത നാളികേരം മസാല. ഇത് മസാല എന്ന് പറയാൻ പറ്റില്ല, തേങ്ങ ഇതേപോലെ ആയി വന്നു. ഇത്ര കളർ മതിയും പൊട്ടും. ഇനി ഞാനിതിൻ്റെ തീ നിർത്താൻ പോവാം. ഒന്നും കൂടെ ഇന്ന് ചീഞ്ചട്ടി അധികം കനലില്ലാത്ത ചീഞ്ചട്ടിയായ കാരണം നമുക്ക് ഒരുവിധം പാകത്തിനുള്ള മൂപ്പായി തന്നെ എടുക്കണം. ഞാൻ സാബുൻ വർത്താനം പറയുമ്പോൾ അപ്പോൾ വണ്ടികൾ വരിക ബോം നടിച്ചു. അപ്പം ഞാൻ പറയുമ്പോൾ ഒന്നും കേൾക്കില്ല. അപ്പോൾ അത് ഞാൻ നിർത്താട്ടോ, അത്ര മതി. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്കില്ലേ, തേങ്ങ എടുത്ത് ഈ പാത്രത്തിലേക്ക് എനിക്ക് നമുക്ക് കൊട്ടാം. ഇത് കഴുകാണ്ട് തന്നെ ഒപ്പിക്കാനുള്ള പരിപാടി കേട്ടോ എൻ്റെ. പിന്നെ നമുക്ക് ഉള്ളീനെ വറുത്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ വെള്ളം അവിടെ ഇരുന്നതേ ഇത്തിരി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇത്തിരി കളർ കുറവുണ്ട് ചീഞ്ചട്ടിക്ക്, എന്നാലും കുഴപ്പമില്ല. ഇതൊരു കറുത്ത കൂട്ടാനാണ്, അപ്പോൾ വലിയ കുഴപ്പം ഉണ്ടാവില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോഴേ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേപ്പിൻ്റെ അരിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ വേവിച്ച് നമുക്ക് പാകാക്കിയതിന് ശേഷം താളിച്ചാലും മതി. താളിക്കാണ്ടിരിക്കാനുള്ള പണിയാട്ടാ. ആയിരിക്കും നമുക്ക് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരട്ടെ. ഞാനധികം മുറിക്കാത്ത ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇത്തിരി കൂടി കുഞ്ഞ ഉള്ളിയായിട്ട് ടേസ്റ്റ് കേട്ടോ. തീയലിന് വലിയ മന്ദൻ ഉള്ളിയാണ് ഞാൻ
നോക്കിയെടുക്കാം. പക്ഷെ ഇത് ഞാൻ ചെറുത് നോക്കിയെടുത്തതാണ്. ഇപ്പം നല്ല വലിയ ഉള്ളിയാണ് വരുന്നത്. കുറച്ച് നേരം ഒന്ന് ഉള്ളി നന്നായി വാടണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുളകും മുഴുവൻ വലിയാണ് ഉള്ളതെന്ന് വിചാരിച്ചാൽ ഈ കറിക്ക് ഇത്തിരി കൂടി ടേസ്റ്റ് കിട്ടും. അപ്പം അത് തേങ്ങ മൂത്ത് വരുമ്പോൾ അതിലിട്ട് കുറച്ച് നേരം ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിത് പൊടിയാണ് ഇടുന്നത്. എൻ്റെ അതില്ല, പൊടിയാണ്. പിന്നെ എനിക്ക് വേഗം കഴിയും വേണ്ട, അരയ്ക്കാൻ ഇത്തിരിയെങ്കിലും താമസം വരാൻ പാടില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ പൊടികൾ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊരു വിധം അങ്ങനെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. അതിനാണ് ഈ സമയത്ത് നമ്മൾ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ ഈ ഉള്ളി പിന്നെ വേവില്ല, കറുകറിന്ന് കടിക്കും നമുക്ക്. അപ്പം അതിനാണ് നമ്മൾ വെള്ളം ചൂടാക്കി വെച്ചിരിക്കുന്നത്. തിളച്ച വെള്ളത്തിൽ കിടന്നത് വെന്ത് വരണം. അപ്പോൾ വെള്ളം ദേ നമ്മുടെ നല്ലോണം തിളച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം നമുക്ക് ഇരിക്കി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് തിരിച്ചാറ് നല്ലോണം വേണേ, എല്ലാവർക്കും കഴിക്കണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള തിളച്ച വെള്ളത്തിൽ ഞാൻ ഈ പുളി ഇടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുളി ഒഴിക്കാം. എന്തായാലും ഈ ഉള്ളി വെന്തതിന് ശേഷമാണ് നമുക്ക് ഇതിൽ പുളി ചേർക്കാൻ പറ്റുള്ളൂ. വെള്ളം പച്ചവെള്ളം ഒഴിക്കുന്ന പോലെ തന്നെ പുളിയും വേഗം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളി വേവാതെ വരും. അപ്പം അതിൽ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് നോക്കി നോക്കാം. ഉപ്പ് ഇത്തിരി കുറവാണ്. ഈ ലാസ്റ്റ് ഒന്നുകൂടി നമുക്ക് ഉപ്പ് നോക്കേണ്ടി വരും. അത് നന്നായി തിളച്ച് വേവട്ടെ. അപ്പോഴേക്കും നാളികേരം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളിയിലത്തെ വെള്ളമൊക്കെ അതേ വറ്റി ഇങ്ങനെയായിട്ടാണ്. ഒരു 10 മിനിറ്റ് നേരെയെങ്കിലും ഈ ഉള്ളി വേവാനുള്ള സമയം വേണം കേട്ടോ, എന്നാലാണ് വേവുള്ളൂ. ഇങ്ങനെയായിട്ട് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിൽ ചേർത്ത് കൊടുക്കാം. വെള്ളം കൂട്ടി അരച്ചത് കാരണമായിട്ട് അങ്ങനെ, അല്ലെങ്കിൽ നല്ല കറുത്തിരുന്നേനെ. ഇതിലേക്ക് നമ്മുടെ പുളി ഉണ്ടല്ലോ, പുളി ഒഴിച്ച് കൊടുക്കാം. അതിൽ അധികം വെള്ളത്തിലാക്കിയില്ല, കാരണം വെള്ളം ഭയങ്കര കട്ടിയല്ല നമ്മുടെ കറിക്ക്. ഉള്ളി വെന്ത് കഴിഞ്ഞാൽ പുളി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കട്ടി കൂടുതലാണെങ്കിൽ പച്ചവെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുഴപ്പമില്ല, പുളി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളി വേവില്ല. അപ്പോൾ വെന്തിട്ടാണ് അത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളച്ചൊന്ന് കുറുതായി വരട്ടെ കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ചാറിനനുസരിച്ച് നമുക്ക് കുറുതാക്കി എടുക്കാം. അമ്മ അധികം കുറുതാക്കില്ല, കാരണം ഇവിടെ ചാറ് വേണ്ടേ. നിങ്ങൾക്കിതിൽ ഉലുവയുടെ മണം ഇഷ്ടമാണെങ്കിൽ ഉലുവയുടെ മണോ ചുണ്ട് കായത്തിൻ്റെ മണോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനതൊന്നും ചേർത്തിട്ടില്ല. എല്ലാം പാകത്തിനായിട്ടുണ്ട്. നന്നായി കുറുതായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിത്തീയിൽ ഞാൻ ഇത്രയ്ക്കാണ് വറ്റിക്കണുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അധികം വറ്റിക്കാൻ പറ്റില്ലേ. പക്ഷെ ഇത്തിരി കൂടി കുറുതായി വരണത്, അപ്പോഴാണ് ഇത്തിരി കൂടി ടേസ്റ്റ്. അപ്പോൾ നമുക്കിവിടെ ചാറുണ്ടാവില്ല, കറി തികയില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് നിർത്തി. പിന്നെ ഇതിൻ്റെ കളറ് ചിലത് ഇത്തിരി കൂടി കറുത്ത് ഡാർക്കായിട്ടിരിക്കും, ഇത്തിരി കൂടി ഒരു ചുമന്ന കളറിലേക്ക് വരും. അപ്പോൾ നമ്മളത് തേങ്ങ വറക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ കളറുകളും മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ചും കൂടെ വറവ് കുറയ്ക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെളുത്തിരിക്കും. അല്ലെങ്കിൽ എൻ്റെ വറവിൽ ഈ കളറാണ് കിട്ടിയത് എനിക്ക്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. ഒന്ന് പെട്ടെന്ന് എളുപ്പം കഴിയുകയും ചെയ്യുമല്ലോ. പിന്നെ തേങ്ങ വറുത്തെടുക്കാൻ ഇത്തിരി സമയം വേണം, അതന്നെ. പിന്നെ എന്ത് കറി വയ്ക്കാനും ഇത്തിരി പാടൊക്കെ ഉണ്ട്. തേങ്ങ ചിരകൽ അത് ഇത് ഒക്കെ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉള്ള കാരണം ചിരകിയ തേങ്ങയൊക്കെ കിട്ടും തോന്നുന്നുണ്ടല്ലേ. ഇത് ഞാൻ എന്ത് കണ്ട ഇത്രയ്ക്ക് കുറുതായാൽ മതി. ഇനി ഇരുന്നൊന്ന് കുറുതാവേ. അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ പപ്പടം കൂടി വറുത്താൻ്റെ പപ്പടം ഗ്യാസിലൊക്കെ കഴിഞ്ഞു. വരാമെന്ന് പറഞ്ഞിട്ട് സിജുമോൻ. അപ്പോൾ ഞാനൊന്ന് വാർക്കണത് എന്തായിരുന്നു നമുക്ക് പോയി നോക്കാം. അപ്പോൾ ദേ നമ്മളങ്ങനെ ഇത് വീട്ടിലേക്ക് എത്തിയിട്ടാ. ഞങ്ങളൊക്കെ എല്ലാവരും എത്തി. പക്ഷെ ഇപ്പോഴേക്കും ദേ ഇവിടെയൊക്കെ കണ്ട വെള്ളമൊക്കെ പോയിട്ട് ഇവിടെ വാർക്കയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണിപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി എൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഉയരത്തിൽ പൂച്ചം വരുന്നാണ് ബിജു പറയുന്നത്. ബിജു ദേ അവിടെ നിൽക്കുന്നുണ്ട്. ഇതിവിടെ ദേ കണ്ട പാരപ്പറ്റൊക്കെ കെട്ടി മുകളിലേക്ക്
അങ്ങനെ എല്ലാ സൈഡും പരപ്പറ്റൊക്കെ കെട്ടിയിട്ടാ. ഇവിടെയാണ് നമ്മുടെ വർക്ക് ഏരിയയുടെ സ്ഥലം. അതെടുത്തിട്ടില്ല കേട്ടോ, അതെടുക്കുമ്പോൾ ഇനി കാണിച്ചു തരാം. അപ്പോൾ അത് അങ്ങനെ വീട് ബാക്ക് സൈഡാട്ടോ അത്. അടുക്കളയുള്ളത് ഇങ്ങനെയാണ് അടിച്ച് വാർത്തിട്ട് നോക്കണം. പിന്നെ അങ്ങോട്ടൊന്നും കടക്കാൻ പറ്റില്ല, കണ്ട അടിയിൽ കോൺക്രീറ്റ് ചെയ്ത് നോക്കാനേ. അപ്പോൾ കോൺക്രീറ്റ് അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല, അത് കാരണമാണ് അത് കടക്കാത്തത്. പിന്നെ നമ്മുടെ വയറിങ്ങിൻ്റെ പണികൾ കണ്ട പൊളിച്ചിട്ട് നോക്കണം. കണ്ട വയറിങ്ങിൻ്റെ പണികൾ ഒക്കെ ബോക്സുകളൊക്കെ വെച്ച് തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് പണികൾ നീങ്ങുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ് കേട്ടോ അമ്മയുടെ ഇന്നത്തെ വിശേഷം. അപ്പം അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നതുവരേക്കും ടാറ്റാ ബൈ.